Hi guys, welcome back to my channel. So, our background ഒന്നും രേഖയായിട്ടല്ല. So ഇന്ന് considerably നേരത്തെയാണ്. It's just 9:45 right now. 9:45 ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റൊന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നൊന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ ഈ ക്യാമറ ഒന്ന് ഇവിടെ വെക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേ ഈസ് ബാഹുബലി റിലീസ് ആഫ്റ്റർ whole 10 whole years. ഞാൻ വളകന്തെ ആക്ച്വലി ഇരുന്ന് വെറുതെ കുറേ നേരം ഇരുന്ന് ബാഹുബലിനെ കുറിച്ച് സംസാരിച്ചായിരുന്നു. സോ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും തീവ്ര ബാഹുബലി അഡിക്ട്സും ആണ്. ആൻഡ് ഞാൻ 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ബാഹുബലി 1 റിലീസാവുന്നത്. ബാഹുബലി 1 എങ്ങനെ കാണാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഹുബലിയിലെ പാട്ട് മാത്രം ഞങ്ങൾ ടി വിയിൽ കണ്ടു. ഇച്ചിരി അടിപൊളിയായിരുന്നു കാണാൻ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് വേറെ ആരും അറിയില്ല ആക്ച്വലി അതിൽ അഭിനയിച്ചിരിക്കുന്നത്. തമന്നേനെ മാത്രമേ അറിയുള്ളൂ. ആ സമയത്ത് തമന്ന കുറച്ച് വലുതായിരുന്നു. ഞാനും നന്ദയും കുക്കു ചേച്ചിയും ഭയങ്കര തമന്ന ഫാൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കാണാൻ പോയി. ഇവിടെ അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആവിയാണ് അടിക്കണത്. അപ്പം ഞങ്ങൾ തമന്ന ഉണ്ടെന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് ആ ധീവര എന്ന് പറഞ്ഞ പാട്ടിൽ ഇങ്ങനെ ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ പ്രിൻസസ് പോലെ ഇങ്ങനെ ചാടി വരുന്നത് കണ്ട് അതിലാണ് ഞങ്ങൾ ബാഹുബലി 1 കാണാൻ പോയത്. ഇവിടെ പറവൂര് തന്നെയുള്ള തിയേറ്ററിലായിരുന്നു. കുക്കു ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനും നന്ദയും അച്ഛനും അമ്മയും കുക്കു ചേച്ചിയും വേറെ ആരുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അച്ചാമ്മ ഉണ്ടായി കാണും. പിന്നെ വേറെ പിള്ളേരാരെല്ലാം ഉണ്ടായിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് ഞങ്ങൾ കാണാൻ പോയത്. അപ്പം ഞങ്ങൾ കാണാൻ പോയി ഇൻ്റർവെൽ ആയ സമയത്ത് തന്നെ. സോ ബേസിക്കലി അച്ഛനും അമ്മയ്ക്കൊന്നും ഒരുപാട് എക്സ്പെരിമെൻ്റൽ കൈൻഡ് സിനിമകൾ ഒരുപാട് താല്പര്യമില്ല. റിയൽ സിനിമകളോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ഞങ്ങളിങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴേക്കും വിചാരിച്ചിരിക്കുക, ഇഷ്ടപ്പെട്ട് കാണില്ല അവർക്ക് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കിങ്ങനെ അച്ഛനിങ്ങനെ എൻ്റെ പൊന്നെ എന്ത് അടിപൊളി സംഭവമാണ് ആ രീതിയിൽ ഇങ്ങനെ വാവെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേക്കും ഇങ്ങനെ ഇച്ചിരി ഇതായി. അത് കഴിഞ്ഞ് ഇത് സിനിമ ഇറങ്ങിയതും സഡൻ ഞങ്ങൾ സിനിമ ഇറങ്ങിയിട്ട് അതിൻ്റെ 1-2 വ്ളോഗുകളിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാറിലിരുന്ന് ഇൻട്രോസ്പെക്ഷൻ. ഈ കാറിലിരുന്നൊരു ഇൻട്രോസ്പെക്ഷൻ സ്വാഭാവികമായിട്ടും ഒരുപാട് കൊല്ലങ്ങളായി നടക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞങ്ങളിത് കഴിഞ്ഞ് വണ്ടി കയറി. അപ്പം തന്നെ ഞങ്ങൾ കട്ടപ്പയാണല്ലേ ബാഹുബലിനെ കൊന്നത്. കട്ടപ്പ എന്തിനാ ബാഹുബലിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്പം തന്നെ തുടങ്ങി. ഇത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇത് #WKKB വൈ കട്ടപ്പ കിൽ ബാഹുബലി, കട്ടപ്പാനെ ബാഹുബലിക്കോ ക്യൂ മാറാന്നൊക്കെ പറഞ്ഞതൊരു വലിയ സീനായി. പ്രൈം ടൈം ന്യൂസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഫുൾ അച്ഛൻ ഗസ് ചെയ്ത് അവള് കൊല്ലിച്ചതായിരിക്കുന്നത്. ഗസ്സൊക്കെ നമ്മൾ കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സീനായിട്ട് പോയി ആദ്യത്തെ ഒരു കൊല്ലം മൊത്തം. അത് കഴിഞ്ഞ് ബാഹുബലി 2 റിലീസാവുന്ന കൊല്ലത്തിൽ ഞാൻ എൻട്രൻസ് എക്സാം, ഇത് ഞാനല്ല 2017 എൻട്രൻസ് എഴുതിയേക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കീം എൻട്രൻസ് എക്സാം, കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം നടക്കുന്ന അന്നാണ് ബാഹുബലി 2 റിലീസായത്. അപ്പോൾ ബാഹുബലി 2 റിലീസായ ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയൊക്കെ കളഞ്ഞ് എക്സ്ട്രീംലി കമ്മിറ്റഡ് ആയിട്ട് ഒരിക്കലും എവിടെ നിന്നും കട്ടപ്പാനെ ബാഹുബലിക്ക് ക്യൂ മാറാന്ന് അറിയരുതെന്ന് പറഞ്ഞിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇരുന്ന് അടുത്ത ദിവസം പോയി സിനിമ കണ്ടു കിങ് കഴിഞ്ഞ്. എന്നിട്ട് ഒബ്വിയസ്ലി അവിടെ തിയേറ്ററിൽ കരഞ്ഞ് ബാഡായി. ഫുൾ സിനിമ കഴിഞ്ഞ് ഭയങ്കര ഒരു എഫക്റ്റിൽ വന്ന്. എന്നിട്ട് ഞാൻ സൗദി പോയി. അപ്പം അച്ഛനും അമ്മയും നന്ദി സൗദിയില്ല. My evident remembrance is that
ഇപ്പൊ സൗദിയിൽ ഞാൻ പോയിട്ട് ഇവര് കുറച്ച് നാൾ കഴിഞ്ഞാണ് ഇനി ബാഹുബലി 2 കാണാൻ പോകുന്നത്. ഇവര് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടേ കാണത്തുള്ളൂ. അപ്പൊ ഒരു 1-2 മാസം എടുക്കും. എന്നെ അച്ഛന് ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലല്ല അത്ര നാളല്ലേ കുറച്ച് മാസം കഴിഞ്ഞ് കാണുന്ന. എന്നിട്ട് ഞാൻ വന്ന അന്ന് തന്നെ അച്ഛന് മെയിൻ ആയിട്ട് അറിയേണ്ടത് കട്ടപ്പാനെയും ബാഹുബലിക്കോ ക്യൂ മാറാന്നുള്ളത്. അച്ഛന് തിയേറ്ററിലൊന്നും പോകണ്ട, കഥ പറഞ്ഞാൽ മതി. ഞാൻ കഥ പറഞ്ഞാൽ മതി. ഞാൻ കുറച്ചിങ്ങനെ അഭിനയിച്ച കഥ പറഞ്ഞു. കാരണം നമ്മള് പറഞ്ഞൊന്നും ഇതേണ്ടേ പറഞ്ഞ്. എന്നിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, TV റൂമില് ഹോളിലിരിക്കുക. എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്തത് അല്ല ഞാൻ അച്ഛൻ്റെ പറഞ്ഞ ആദ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ കരഞ്ഞ്. ഞാൻ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ കരഞ്ഞ്. ലൈക്ക് അത്ര ഇമോഷണൽ സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന് അതുവരെയുള്ള ഞങ്ങൾ ബാഹുബലിയുള്ള ഒരു ജേണി എന്ന് പറയുന്നത് ഒരു ബേസിക് ജേണിയാണ്. ഏതൊരു സിനിമയോടുകൂടി ഏതൊരു സിനിമയല്ല, പക്ഷെ ദെൻ ഞങ്ങളെ കുറച്ച് ഹെവി ആയിട്ട് ഇത് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകൾ പോലെ ഇപ്പം മൈബോസോ അല്ലെങ്കിൽ അതുപോലെ സെയിം ജോണർ ഇട്ടല്ല മൈബോസിനെയും ബിഗ് ബോസിനെയും. പക്ഷെ ദെൻ ഞങ്ങളെ കുറച്ച് ഇത് ചെയ്തേക്കുന്ന കുറച്ച് സിനിമകളായിട്ടുള്ള ബന്ധം ആണ് ഞങ്ങളും ബാഹുബലി വരെ ആ പോയിന്റ് വരെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞാണ് ദ റിയൽ ജേണി സ്റ്റാർട്ട് ആവുന്നത്. ഞങ്ങളുടെ ബാഹുബലി 1 മിനിമം 100 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഈസിലി 100 ടൈംസ്. 10 കൊല്ലമായില്ലേ? 10 കൊല്ലമായി. അച്ഛമക്കള് മാത്രം. ബാഹുബലി 1 ഫുള്ള് ഞങ്ങളൊരു 100 പ്രാവശ്യം എന്തായാലും കണ്ടിട്ടുണ്ട്. ബാഹുബലി 2 ഇന്റർവെൽ വരെ, ബാഹുബലി 2 രണ്ടാമതുള്ള ആ യുദ്ധം തെങ്ങിന്ന് ഇങ്ങനെ വലിച്ചിട്ട് ആ യുദ്ധം ഞങ്ങൾ അത്രയ്ക്ക് കണ്ടിട്ടില്ല. പക്ഷെ തന്നെ അവിടുത്തെ പീസ് അപ്പോഴും കണ്ടിട്ടുണ്ട്. നേരത്തെ കാറിലൊക്കെ ഈ TV ഉള്ള പരിപാടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ റിയാദിലുണ്ടാകുമ്പോ റിയാദിലെ കാറിൽ TV ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനൊന്നും ഉണ്ടില്ല. അപ്പൊ റിയാദിലെ കാറിലെ TV USB പാട്ട് കുത്തുന്നതിന് വരെ അച്ഛന് ബാഹുബലി ഇട്ട് കൊടുത്തു. ആകെ ഒരു സിനിമ ഉള്ളത് ബാഹുബലിയാ. എന്നിട്ട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണും. പിന്നെ ഞങ്ങളൊരു വികാരത്തിലാണ് ജീവിച്ചിരുന്നത്. ഇതുകൂടാതെ എൻ്റെ ചേച്ചിക്ക് കറക്റ്റ് ആ സമയത്താണ് കുഞ്ഞുവാവ ഉണ്ടാവുന്നത്. ആൻഡ് കുഞ്ഞുവാവ ഒരു എക്സ്ട്രീം ബാഹുബലി അഡിക്റ്റ് ആയിരുന്നു. രാവിലെ ബാഹുബലി മലയാളം, രാവിലെ ഫുഡ് കഴിക്കാൻ ബാഹുബലി മലയാളം, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ബാഹുബലി തമിഴ്, വൈകുന്നേരം ഫുഡ് കഴിക്കാൻ ബാഹുബലി ഹിന്ദി. അതുപോലെ ചേച്ചി അറ്റ്ലീസ്റ്റ് ഒരു 2.5 കൊല്ലം ഡെയിലി 3 പ്രാവശ്യം ബാഹുബലി കാണാമായിരുന്നു. ഇത് കൂടാതെ മഴവിൽ മനോരമയിൽ എപ്പോഴെങ്കിലും ബാഹുബലി വന്നാൽ പിന്നെ അവൻ അത് കാണണ്ടേ പറ്റൂ. ഞങ്ങൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് വേറൊരു വ്ളോഗില്. ഓടി വന്ന് മറ്റേ ഇങ്ങനെ ബസ് എടുത്തിട്ട് ആ സാധനം കേട്ട് അതുപോലെ കുറെ സംഭവം ചെയ്യായിരുന്നു. എൻ്റെ ഉണ്ട് ഏതൊക്കെയോ വീഡിയോസ്. അമ്പും വലിയ മറ്റേ അക്കു ഇങ്ങനെ ബ്ലാക്കിങ് ചെയ്യുന്ന തിരുപ്പതി വ്ളോഗിൽ എക്സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇവൻ വാള് മേടിച്ചിട്ട് കട്ടപ്പ ബാഹുബലിന് കുത്തുന്നത് പോലെ ബാക്കിൽ നിന്ന് വന്ന് കുത്തും. അതും ഇവന് ഇത്ര ഉള്ളു, ഇവൻ 2.5 വയസ്സല്ലേ ഉള്ളൂ. ഇവന്റെ ഹൈറ്റിന് ഇവൻ എങ്ങനെ കുത്തിക്കഴിഞ്ഞാലും അത് വലുതായിട്ട് റേഞ്ചിലൊന്നും എത്തില്ല. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ഞങ്ങളുടെ കാലിൻ്റെ എല്ലാം കയറുന്നുണ്ടാവുള്ളൂ. എന്നിട്ട് കുത്തുന്നത് ട്യൂണാ ബാഹുബലി കട്ടപ്പ കൊല്ലുന്ന ട്യൂണാ. അതുപോലെ ഞങ്ങൾ അത്രയും പ്രാവശ്യം കണ്ട്. we have grown with ബാഹുബലി. ഞങ്ങളെക്കാട്ടി കൂടുതൽ ഡെഫിനറ്റ്ലി അക്കുവിനെ ഷേപ്പ് ചെയ്ത ഒരു രീതിയിൽ ബാഹുബലിയാണ്. ബിക്കോസ് ഈ മിക്കി മൗസ് ക്ലബ് അത് ഇതൊക്കെ കണ്ട പിള്ളേര് സോഫ്റ്റ് ആയിട്ട് വളരുന്ന ഒരു രീതിയിലുണ്ടല്ലോ, അതിലല്ല അക്കു വളർന്നത് ഇത് കണ്ട. അപ്പൊ അക്കു LKG പോകുന്ന സമയത്ത് കുഞ്ഞായിരിക്കുമ്പോ റിയാദിൽ വന്നപ്പോഴാണ് ബാഹുബലിന്റെ ഈ സംഭവം ബാഹുബലി വെച്ച് ഇതായിട്ട് റിലീസ് ആവുന്നത്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റിലീസായിരുന്നു. അപ്പൊ ഇവര് 6 മാസം ആയിട്ടുള്ള 1 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പൊ കിടന്ന് ഉറങ്ങാൻ അവന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ബാഹുബലി വേണം. ബാഹുബലി ഇട്ടാലേ അവൻ കിടന്ന് ഉറങ്ങത്തുള്ളൂ. യുദ്ധം നടക്കുകയാണ്, കത്തിയും കുത്തലെല്ലാം നടക്കൊണ്ടിരിക്കുകയാണ്. അക്കു കിടന്നുറങ്ങും. അത് ഓഫ് ചെയ്താൽ അവനെണീക്കും. അയ്യോ, അതുപോലെ അക്കുവിന് ഷേപ്പ് ചെയ്തത് ബാഹുബലിയാണ്. ലൈക്ക് എനിക്ക് മനസ്സിലാവുന്നുള്ളത്. എനിക്ക് ഇപ്പൊ തന്നെ അവൻ കുഞ്ഞിതാ. ഇപ്പൊ അവന് 8 വയസ്സാ 9 വയസ്സായിട്ടുള്ളൂ. 8 വയസ്സായിട്ടുള്ളൂ. അതിൽ 3 വർഷം ഡെയിലി 3 പ്രാവശ്യം ബാഹുബലി കണ്ടാണ് ഇവൻ ജീവിച്ചിരുന്നത്. ആ ഫേസിൽ നിന്ന് അത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഞങ്ങൾക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ സിനിമ ഇന്നലെ റീ റിലീസ് ചെയ്തിരിക്കുകയാണ്. പറഞ്ഞില്ലേ
എന്നിട്ട് ഞങ്ങൾ ഇതിന് കാണാൻ പോവാം. ഒരു കുഴപ്പമില്ല, കമ്മിറ്റഡ് ഇൻട്രോ ആണിത്. ഞങ്ങള് ബാഹുബലി കാണാൻ പോവാണ്. 3.25 മണിക്കൂറുണ്ട്. 12:30-ക്കാണ് സിനിമ. അടിപൊളി, അതാണ് സംഭവം. അത്രേ ഉള്ളൂ. ഏതാ മോള്? അപ്പൊ അതാണ് പ്ലാൻ. അപ്പൊ നന്ദി അച്ഛയും 11:30 കഴിയുമ്പോഴത്തേക്കിനും വരും. ഇപ്പൊ സമയം 9:45 കഴിഞ്ഞിട്ടുണ്ടേ, 10 മണി ആയിട്ടുണ്ടേ ഓൾറെഡി. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങി ലുലു പോയി വാവയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കും. എന്നിട്ട് ഞങ്ങൾ വരുന്നവരെ പോയി സിനിമ കണ്ട് വൈകുന്നേരം തിരിച്ചു വരും. ഇതാണ് ഞങ്ങളുടെ ഐഡിയ. പക്ഷെ അതിന് മുന്നേ കമ്മിറ്റഡ് ആയിട്ട് എനിക്ക് കുറച്ച് മിനിറ്റുകൾ സംസാരിക്കണം എന്നുണ്ടായി ബാഹുബലിനെ കുറിച്ച്. ഇനിയോ? അല്ല, ഇതായിരുന്നു ആ കമ്മിറ്റഡ്. ഷോക്കാവണ്ട, ഇതായിരുന്നു അതിന്റെ കമ്മിറ്റ്മെന്റ്. കഴിഞ്ഞില്ല ആക്ച്വലി. എടാ എനിക്കറിയില്ല, ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എഡിറ്റ് ചെയ്യില്ല, ഞാൻ അങ്ങനെ തന്നെ ഇടാൻ പോവാ. ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ടിന്റെ കൂടെ ചിക്കൻ അല്ല ബീഫാ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ബീഫ് ഇടയ്ക്ക് എടുക്കാൻ വേണ്ടത്. അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്തല്ലോ കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് നമുക്ക് തിയേറ്ററിൽ കാണാം. അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. അതെ, മറ്റന്നാൾ എക്സാം ആണ്, നാളെ നന്ദ പഠിക്കും. അപ്പൊ ഓക്കെ, ദേ എന്നെ പുതിയ വാച്ച്. നല്ല വാച്ച്, താങ്ക്സ്. നല്ല വാച്ച്. അപ്പൊ ഓക്കെ ബൈ. ഇനി സീ യു ഇൻ വേറെ എവിടെയെങ്കിലും ഇന്റർവെല്ലോ, വനിതയിലോ ഇന്റർവെല്ലോ എപ്പോഴെങ്കിലും കാണാം. ബൈ. അപ്പം ഞാനിവിടെ ലുലുവിന് പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ എം ജസ്റ്റ് സോ എക്സൈറ്റഡ് ബാഹുബലി കാണാൻ. ഓക്കെ, ഇനി വനിത പോട്ടെട്ടാ. ഓക്കെ ബൈ ബോയ്സ്. ആൻഡ് അച്ഛനും നന്ദി എത്തിച്ചേർന്നിരിക്കുന്നു. ഓക്കെ, ആളല്ലെന്താ ആരും എക്സൈറ്റഡ്? ബാഹുബലി അച്ഛാ, ആരും എക്സൈറ്റഡ്? ബാഹുബലി ജയോ, ബാഹുബലി ജയോ. അച്ഛനപ്പുറത്തെ സീറ്റ് എടുത്താൽ മതി. അയ്യോ, ആരും ചെവിടും കണ്ടും കേൾപ്പിക്കില്ല. അച്ഛൻ 100 പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമയല്ലേ. അച്ഛൻ രാവണപ്രഭു റീ റിലീസ് ചെയ്തപ്പോ ആരും സിനിമ കാണുന്നുണ്ടായിരുന്നില്ല. എല്ലാരും എഴുതുന്ന ഡാൻസ് ഒക്കെ വെച്ച് ആരും സിനിമ കാണാനില്ല. തിയേറ്ററില് അവരെ കാണാതെ അറിയാവുന്ന സിനിമ സീനും അറിയാം, എല്ലാരും അറിയാം. പൊളിക്കാ. അതെ, അതാണ് സിമ്പിൾ. കാണാതെ അറിയാം എല്ലാ ഡയലോഗും ആക്ച്വലി. ഓ, എനിക്ക് റിപ്പീറ്റ് കാണാൻ എന്തൊരു വനിതയിലായിരുന്നു നന്നായി. കാരണം വനിതയിലെ പപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വനിതയിലെ ക്യാരം പോപ്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കഴിക്കാമല്ലോ. പിന്നെ സിനിമ 4 മണിക്കൂറുള്ളത് കാരണം ചെല്ലുമ്പോ എന്തെങ്കിലും മേടിക്കാം, ഇന്റർവെല്ലിന് എന്തെങ്കിലും മേടിക്കാം. ഒരു സിനിമയ്ക്ക് ഒരു ദിവസം സാധാരണ ഹാഫ് ഡേ എടുക്കും. സാധാരണ സിനിമകൾക്ക് ഒരു ഹാഫ് ഡേ കമ്മിറ്റ്മെന്റ് വേണം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഉള്ള വഴി. വനിത വിനീത എത്തിച്ചേർന്നിരിക്കുന്നു ഗായ്സ്. എവിടെയാണ് ബാഹുബലി? ചേട്ടന് നമ്മുടെ അടുത്തേക്ക് ബാഹുബലി എടുത്തുള്ള അത്ര കമ്മിറ്റ്മെന്റ് ഇല്ലെന്ന് തോന്നുന്നല്ലേ ചേട്ടനാണെങ്കിൽ? ആ ബാഹുബലി അപ്പുറത്തന്നെ പറയേ, പഴയ സിനിമയെ കാണാൻ വന്നേക്കണവരല്ലേ. ബാഹുബലി എപ്പിക് എക്സ്പീരിയൻസ് റീബോൺ. ബാഹുബലി അമ്മച്ചി വന്നില്ല കേട്ടോ. അമ്മച്ചി അച്ഛാമ്മ വന്നില്ല. അതെ, തിയേറ്ററിൽ കണ്ടപ്പോ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയതാണ്. അല്ലാതെ തന്നെ അമ്മ ഇതുവരെ ജീവിതത്തിൽ ബാഹുബലി കണ്ടിട്ടില്ല. ഞങ്ങള് ഓരോന്നും 100 പ്രാവശ്യം കണ്ടിട്ടും അമ്മച്ചി ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോ അമ്മച്ചി ആദ്യത്തെ ഭാഗം അവസാനത്തെ ഭാഗം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒരുമിച്ച് ഒറ്റ സ്ട്രെച്ചിൽ ഫുള്ളിരുന്ന് കണ്ടിട്ടില്ല. പിന്നെ അമ്മക്ക് നമ്മുടെ തന്നെ കമ്മിറ്റ്മെന്റ് ഇല്ല. പിന്നെ 4 മണിക്കൂർ. നമുക്ക് ബാഹുബലി 2 ഭയങ്കര ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇന്റർവെല് കഴിയുമ്പോ ബാഹുബലി 2ന്റെ ഫസ്റ്റ് ഹാഫ്. ബാഹുബലി 2ന്റെ ഫസ്റ്റ് ഹാഫ് അച്ഛനും ഇവിടെ വന്നിട്ട് ഇതേ ഇരുന്നിട്ട് ആരെ കോളേജ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയി കുറച്ച് ക്യാരം പോപ്കോണും
ഞാൻ രാവിലെ പുട്ടും ചിക്കനും കഴിച്ചിട്ട് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു ഇടയ്ക്ക്. നീ ഫുഡ് കഴിച്ചില്ലേ? ചോറുണ്ടല്ല? അച്ഛനും ചോറുണ്ടല്ല? ഓ ഓക്കെ. അപ്പം എന്തായാലും കയറുമ്പോൾ മേടിക്കാം. ഞാൻ വിചാരിച്ച് ഇവര് കഴിച്ചായിരിക്കും തന്നെയാണ്. ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ സോ റൈഫിൾ ക്ലബ്ബ് കാണാൻ പോയിട്ട് സിനിമ തുടങ്ങുന്നതിന് മുന്നേ അറിയാതെ പോപ്കോൺ തീർന്നു പോയി. പോപ്കോൺ സിനിമ തുടങ്ങിയിട്ട് തുറക്കാട്ടാ. കാരണം റൈഫിൾ ക്ലബ്ബ് എടാ ഞങ്ങൾ 2-3 മിനിറ്റ് മുന്നേ കയറിയുള്ളൂ, തീർന്നു പോയി. ഓ ദേ നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ദൈവം അമരേന്ദ്ര ബാഹുബലിയുടെ രക്തമാണ് നീ. നിന്നെ പ്രസവിച്ച അമ്മ ദേവസേന അനുഷ്ഠിച്ച 25 വർഷത്തെ തപസ്സിന്റെ വരമാണ് നീ. രാജമാതാ ശിവകാമി ദേവിയുടെ ത്യാഗവിത്ത് മുളച്ചു വളർന്ന വൃക്ഷമാണ് നീ. ആ വഞ്ചകൻ ആരാണ്? ആ ദ്രോഹി ഞാൻ തന്നെയാണ്. കൊറേ കാലം ഇത്രയും നേരം അടുപ്പിച്ചിരുന്നു. സിനിമ തുടങ്ങിയ അതേ സെക്കൻഡിൽ സിനിമ തുടങ്ങിയത് കുറച്ച് ഫുൾ ടൈം ഇറങ്ങിട്ടിരിക്കുന്നതാ. പെർഫെക്ഷൻ. എന്താണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന ബാക്കി ഒഴിക്കുക. നമ്മുടെ പഫ്സും കട്ട്ലറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ലഞ്ചാണ്. ഞങ്ങളുടെ ലഞ്ച്. ഓക്കെ, വേറെ എന്തെങ്കിലും വേണം? കുടിക്കുന്നതിന് വേണം? ടു ഇമോഷണൽ. ഞാൻ ബാഹുബലിയായിട്ട് ഇത്രയും കഴിഞ്ഞിട്ടില്ല ഇതുവരെ. സെക്കൻഡിൽ ആ ഗുഹേന്ന് ശിവകാമി ദേവി വാവേട്ട് വന്ന് അത് സെക്കൻഡിൽ കയറാൻ തുടങ്ങിയതാ. അയ്യോ ഹെവി ഹിറ്റിംഗ് ആയിരുന്നു. കൊറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കൊറേ പാട്ടും കൊറേ കട്ട് ചെയ്ത് കളഞ്ഞു. ആകെ ഒരു പാട്ട് ഇതിലുണ്ടായിരുന്നു, ബാക്കി എല്ലാ പാട്ടും കട്ട് എല്ലാം കട്ട് ചെയ്തു. ചെയ്ത് കളഞ്ഞു. ഓ എൻ്റെ പൊന്നോ, വേറെ ലെവലായിരുന്നു. വേറെ ലെവൽ. അയ്യോ ആക്ച്വലി എനിക്ക് ബാഹുബലി 2 ആദ്യം കണ്ടപ്പോൾ ആ അവസാനത്തെ യുദ്ധത്തിന്റെ ഭാഗമായപ്പോഴേക്കും ലാഗ് അടിച്ചായിരുന്നു ചെറുതായി. പക്ഷെ എനിക്ക് ഇപ്പൊ ലാഗ് അടിച്ചില്ല.
4 മണിക്കൂർ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. 4 മണിക്കൂറിൽ 4ാമത്തെ മണിക്കൂറായപ്പോൾ ഞാൻ ഒട്ടും ലാഗടിച്ചില്ല. പവർഫുൾ ആയിട്ടാണ് മുഴുവൻ. ഐ എം ജസ്റ്റ് സാഡ്. അത് 3.25 മണിക്കൂറിൽ തീർന്നു പോയല്ലേ. ആക്ച്വലി വണ്ടി പറയുകയാണെന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങോട്ടൊക്കെ നടന്നു വന്നു അറിയാണ്ട്. അയ്യോ ഇനി എന്താ എടാ എടാ എന്റെ അമ്മ അച്ഛൻ കേറെന്ന് വെച്ച കരഞ്ഞോണ്ടിരിക്കുന്നു. ഫുള്ള് അരച്ചു അത് ഞങ്ങള് കരുതേ. അതെ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ കരുതെന്ന് പറഞ്ഞല്ലേ. ഞാൻ കരയാൻ വേണ്ടി തന്നെയാണ് വന്നതും. അതെ ഓക്കെ. അപ്പൊ എവരിബഡി എനിവേസ് thank you so much. Thank you for watching our vlog and please go and watch Bahubali. If you like Bahubali a bit, then go and watch Bahubali. കാരണം പിന്നെ വേറെ ലെവലായിരുന്നു. Yeah. Okay. See you in another video. Bye.